അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്ത് പൂർത്തീകരിക്കാനായി അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങൾ അറിയും, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയും, ആകാശഭൂമികൾക്കുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളംകൈയിൽ കാണുന്നത് പോലെ കാണും എന്ന രൂപത്തിൽ ചില അന്ധവിശ്വാസങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിനെ പ്രവാചകനിലേക്ക് ചാർത്തിക്കൊണ്ട് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന ഭാഗം നമുക്ക് ആദ്യം കേൾക്കാം. വാനലോകത്തും ഭൂമിയിലും എവിടൊക്കെ മറഞ്ഞു കിടക്കുന്ന എന്തെല്ലാം രഹസ്യങ്ങളുണ്ടോ അത് മുഴുവനും എനിക്ക് അറിയിക്കപ്പെട്ടു കഴിഞ്ഞു. അറിയിക്കപ്പെട്ടു കഴിഞ്ഞു. അതെന്റെ കയ്യിൽ വെച്ച പോലെ കയ്യിൽ ഒരു സാധനം അങ്ങനെ നോക്കി പറയാം, ഒക്കെ പറയാൻ കഴിയും. കണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശഭൂമികൾക്കുള്ളിൽ എവിടെയെല്ലാം മറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് മുഴുവൻ ഉള്ളംകൈയിൽ കാണുന്നത് പോലെ അറിയും എന്നതാണ് അദ്ദേഹം വാദിച്ചു വെക്കുന്ന ഒരു അന്ധവിശ്വാസം, ഇസ്ലാമിന് അന്യമായ വിശ്വാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ അള്ളാഹുവും പ്രവാചകനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, അള്ളാഹുവിന് സമമൊത്ത ഒന്നുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഒരു വിഷയത്തിലും പൂർണ്ണത ലഭിച്ച അള്ളാഹുവിനോളം എത്തുന്ന ഒന്നുമില്ല. അത് പ്രവാചകനും സാധിക്കുകയില്ല. അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവൻ, അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ, അള്ളാഹുവാണ് മറഞ്ഞതും തെളിഞ്ഞതും അതുപോലെ തന്നെ മറച്ചുവെച്ചതുമായ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിനുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ ഇവരുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് അള്ളാഹു അല്ലാത്ത ആളുകളും ഇതുപോലെ എല്ലാം അറിയും, ലോകത്ത് നടക്കുന്നതെല്ലാം കേൾക്കും, കാണും, കുപ്പിക്കകത്തുള്ള വസ്തുവിനെപ്പോലെ കാൺമാൻ നാം നിങ്ങളുടെ കൽബകമെന്നോവർ എന്ന് പറഞ്ഞ് മുഹീദ്ദീൻ മാലയിൽ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് അദ്ദേഹം ഈ സമസ്ത വിഭാഗം എഴുതി വിട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഹൃദയത്തിനുള്ളിലുള്ളതറിയും, നാളെ നടക്കാനിരിക്കുന്നതറിയും എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഈ ഒരു സമസ്തയുടെ വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ മേൽ ചാർത്തുന്ന ഒരു കളവാണ്. പ്രവാചകന് അദൃശ്യമറിയുമെന്നും നാളെ നടക്കാനിരിക്കുന്നത് അറിയുമെന്നും ഒളിഞ്ഞതും തെളിഞ്ഞതുമായ കാര്യങ്ങൾ ഉള്ളംകൈയിൽ കാണുന്നത് പോലെ കാണുമെന്നും പറയുന്നത് തീർത്തും അന്ധവിശ്വാസമാണ്, പ്രവാചകൻ്റെ മേലുള്ള കളവാണ്. ഇനി അദ്ദേഹം ബാക്കി എന്താണ് അതിന് തെളിവായി കൊണ്ട് ഓതുന്നത്, അത് നമുക്ക് കേൾക്കാം. ഇതാണ് ആ കുഞ്ഞുമക്കൾ പാട്ടുപാടുന്നത്. ഞങ്ങളിലുള്ള നബി ഇതാ വന്നിരിക്കുന്നു, ഞങ്ങൾക്കൊരു നബിയുണ്ട്, വൈബുകൾ പറയാൻ കഴിയുന്ന നബി. ഇത് ബുഖാരിയിലെ ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് ബുഖാരിയിൽ 4001 ഹദീസായി ഉദ്ധരിച്ച ഹദീസാണ് അദ്ദേഹം അവിടെ പറയുന്നത്. എന്നാൽ ഹദീസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹം അവിടെ പ്രസ്താവിക്കുന്നത്. എന്നാൽ ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം കൂടി വായിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ലഭിച്ചു. അല്ലെങ്കിലും ബിദ്അത്തിൻ്റെ കക്ഷികളുടെ പ്രത്യേകത, അവരുടെ ബിദ്അത്തുകൾക്ക് ഏതൊരു ഹദീസാണോ അല്ലെങ്കിൽ ആയത്താണോ തെളിവെടുക്കുന്നത് അതേ ആയത്തും ഹദീസും കൊണ്ട് അവർക്ക് മറുപടി പറയാൻ സാധിക്കുമെന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. എന്താണ് ഈ ഹദീസിൻ്റെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം? ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ പാട്ടുപാടി, നാളത്തെ കാര്യം അറിയുന്ന പ്രവാചകൻ ഇതാ കടന്നു വന്നിരിക്കുന്നു എന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം, ലാ തഖൂലി ഹക്കദ, ഇപ്രകാരം നിങ്ങൾ ഇനി പറയരുതേ. നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്കിനി പറയരുത്. കാരണം മറഞ്ഞ കാര്യം അറിയാൻ പ്രവാചകന് സാധിക്കുകയില്ല എന്നാണ്. ഇനി അറിയുമെന്നാണ് വാദിക്കുന്നത് എങ്കിൽ എത്ര ആയത്തുകളെയാണ് നിങ്ങൾക്ക് തള്ളേണ്ടി വരിക? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരാളും ഗൈബ് അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ ഗൈബ് അറിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ആയത്തിനെ ഒന്നാമതായി തള്ളണം.
തീർന്നില്ല. അള്ളാഹുവിൻ്റെ വിശേഷണമായി കൊണ്ട് പഠിപ്പിച്ച ആയത്താണ് ആലിമുൽ ഗൈബി വശഹാദ. അള്ളാഹു ഒളിഞ്ഞതും തെളിഞ്ഞതുമായ കാര്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു എന്ന അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു. എന്നാൽ പ്രവാചകന് അറിയുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന് പ്രത്യേകമായി ഈയൊരു സിഫത്തുണ്ട്, ഈയൊരു കഴിവുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രവാചകൻ മറഞ്ഞതും തെളിഞ്ഞതും അറിയുമെങ്കിൽ, മറഞ്ഞ കാര്യങ്ങൾ ഗൈബ് അറിയുമെങ്കിൽ, നാളത്തെ കാര്യം അറിയുമെങ്കിൽ, ആകാശഭൂമികളിൽ മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കയ്യിലുള്ളതുപോലെ കാണുമെങ്കിൽ പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ആയത്തിനെയും നിങ്ങൾക്ക് തള്ളേണ്ടി വരും എന്നതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തന്നെ ഈ വിഷയം പറയിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ കാണാം, കുല്ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖജനാവിൻ്റെ താക്കോൽ എൻ്റെ അടുത്തല്ല എന്ന് പ്രവാചകരെ നിങ്ങൾ പറയണം. വലാ അഅലമുൽ ഗൈബ്, ഞാൻ അദൃശ്യമറിയുകയുമില്ല. കണ്ടോ, പ്രവാചകൻ പറയാണ്, പ്രവാചകന് അദൃശ്യമറിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വലാ അഖൂലു ലക്കും ഇന്നി മലക്ക്, ഞാനൊരു മലക്കാണ് എന്നും ഞാൻ പറയുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നബിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. മാത്രമല്ല മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, പ്രവാചകന് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുല്ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ, എനിക്കൊരു ഉപകാരമോ ഉപദ്രവമോ എനിക്ക് വരുത്താൻ എനിക്ക് കഴിയുകയില്ല, അതിൻ്റെ ഉടമസ്ഥത എൻ്റെ കയ്യിലില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ കുറിച്ച് പറയാണ്, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയസ്സു, പ്രവാചകന് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. ആ പ്രവാചകന് ബാധിക്കുകയില്ലായിരുന്നു, തിന്മ ബാധിക്കുകയില്ലായിരുന്നു, പ്രയാസം ബാധിക്കുകയില്ലായിരുന്നു എന്നാണ് പ്രവാചകനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തുകളൊക്കെയും നിങ്ങൾക്ക് തള്ളേണ്ടി വരും. എത്രയെത്ര ആയത്തുകളാണ് പ്രവാചകന് ഗൈബ് അറിയുകയില്ല എന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനി, ഒരു കണ്ണ് ഇമവെട്ടുന്ന അത്ര സമയം പോലും അല്ലാഹുവേ എൻ്റെ കാര്യം എന്നിലെ ഏൽപ്പിക്കരുതേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച പ്രവാചകൻ എങ്ങനെയാണ് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ അറിയുക? എങ്ങനെയാണ് അടിമകളുടെ ആവശ്യങ്ങൾ അറിയുക? എങ്ങനെയാണ് ലോകത്ത് ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയുക? ആകാശഭൂമികൾക്കുള്ളിൽ മറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അറിയും? ഇങ്ങനെ അറിയുമെന്ന് നിങ്ങൾ വാദിക്കുകയാണ് എങ്കിൽ ഈ പറയപ്പെടുന്ന ഹദീസുകളും ആയത്തുകളും മുഴുവൻ തള്ളേണ്ടി വരും. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രമാണം വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. ഒരിക്കലും ചില വാറോലകൾ, മായാവി കഥകൾ അതൊന്നും ഇസ്ലാമിന് പ്രമാണമല്ല എന്നത് തിരിച്ചറിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗദൻ, നാളെ നടക്കുന്ന കാര്യങ്ങളെ അറിയുമായിരുന്നുവെങ്കിൽ, മറഞ്ഞ കാര്യം അറിയുമായിരുന്നുവെങ്കിൽ, പ്രവാചക പത്നിയുടെ മാല നഷ്ടപ്പെട്ടപ്പോൾ ഒട്ടകത്തിൻ്റെ അടിയിലുണ്ടായിരുന്നിട്ട് പോലും, അവിടെ മുഴുവൻ പരിശോധിച്ചിട്ട് പോലും ആ ഒട്ടകത്തിൻ്റെ അടിയിലുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിനെ ആ ഹദീസിൻ്റെ ഒരു വാൽക്കഷ്ണം വെച്ചുകൊണ്ട് മാത്രം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറഞ്ഞ കാര്യം അറിയില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസത്തെ അടിയറ വയ്ക്കരുത് എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ശരിയായ വിശ്വാസത്തോടുകൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.